MiG-21 MiG-21 എന്താണ് സംഭവിച്ചത്? MiG-21 എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യോമസേനയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനം ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഘട്ടത്തിലാണ്. അതായത് മനുഷ്യരെ പോലെ തന്നെ ഓരോ ആയുധങ്ങൾക്കും അതിൻ്റെ സർവീസ് പീരീഡ് കഴിഞ്ഞാൽ അതിനെ യാത്രയയപ്പ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ വ്യോമസേന. കൃത്യമായി പറഞ്ഞാൽ വരുന്ന സെപ്റ്റംബർ 19 MiG-21 വ്യോമസേനയുടെ ഭാഗമല്ലാതായി മാറും. പിന്നീട് ആ MiG-21 എന്ന് പറയുന്നത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പറക്കില്ല, പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിന് ചിലപ്പോൾ കൈമാറിയേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ പാർക്കിലോ മറ്റോ പ്രദർശന വസ്തുവാകും. ചിലതൊക്കെ വ്യോമസേന അവരുടെ സൂക്ഷിപ്പുകളായിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ചിലതൊക്കെ സൂക്ഷിച്ചിരിക്കും. തീരെ പറ്റാത്തതൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യുക, അതായത് പൊളിക്കുക ചെയ്യും. ഇതായിരിക്കും സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ ഈ MiG-21 വളരെ വലിയൊരു ചരിത്രം പേറുന്ന ഒരു വിമാനമാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ MiG-21 വാർത്തയായത് നമ്മൾ അഭിനന്ദൻ വർദ്ധമാൻ കേട്ടിട്ടുണ്ടല്ലോ. അതായത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് അവിടെ ചെന്ന് പാകിസ്ഥാൻ സേന പിടിയിലായ അഭിനന്ദൻ വർദ്ധമാൻ പിന്നീട് തിരിച്ചു വന്നു. അപ്പോൾ അഭിനന്ദൻ വർദ്ധമാൻ പറത്തിയ ഒരു വിമാനമാണ് ഈ MiG-21. അങ്ങനെ പാകിസ്ഥാൻ. അതെ. അപ്പോൾ ഈ MiG-21 ഒരു കുഴപ്പമുണ്ട്. അതായത് ഈ പ്രായാധിക്യം ഉള്ളതുകൊണ്ട് തന്നെ നിരന്തര അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ അങ്ങനെ പറക്കുന്നില്ല, അതാണ് വാസ്തവം. ഏറ്റവും ഒടുവിലായിട്ടിത് പറന്ന 2023 ഒക്ടോബറിലാണ്. 2023 ഒക്ടോബറിൽ രാജസ്ഥാനിലെ ബാർമർ എന്ന് പറയുന്ന അതിർത്തി പ്രദേശമുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശമുണ്ട്. അവിടെ ഒരു പരിശീലന പറക്കൽ നടത്തിയതാണ് MiG-21 അവസാനത്തെ പറക്കൽ. അതിനുശേഷം, അതായത് നമ്പർ 4 4ാമത്തെ സ്ക്വാഡ്രോണിലുള്ള ഒരു വിമാനം ആണ് അവസാനമായി പറന്നത്. അതിനുശേഷം ഈ MiG-21 അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ അപകടങ്ങൾ സംഭവിക്കുന്നൊരു വിമാനമായതുകൊണ്ട് അതിന് ഒരു ഇരട്ടപ്പേര് വീണിട്ടുണ്ട്, പറക്കുന്ന ശവപ്പെട്ടി എന്നാണ്. കാരണം അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വൈമാനികർ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ സേനയുടെ ഭാഗമായി, വ്യോമസേനയുടെ ഭാഗമായിട്ട് 36 MiG-21 വിമാനങ്ങളാണ് ഇപ്പോൾ പൂർണ്ണ സജ്ജമായിട്ടുള്ളത്. ചിലത് പരിശീലന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, ചിലത് സായുധ പോരാട്ടത്തിന് സജ്ജമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന സ്ക്വാഡ്രോൺ, അതിൻ്റെ പേര് 23ാമത് സ്ക്വാഡ്രോൺ ആണ്. അപ്പോൾ ഇതിന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും അവർക്ക് റെഡി ആയിരിക്കാനായിട്ട് അലർട്ട് കൊടുത്തിരുന്നു. വേണമെങ്കിൽ ആ സമയത്തും അതിന് യുദ്ധത്തിന് പോകാൻ സജ്ജമായിട്ടിരിക്കണം. പക്ഷേ നമ്മൾ 2023 ശേഷം ഇതുവരെ അത് പറന്നിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. ഇനി ഇതെന്തുകൊണ്ട് ഇത് നമ്മളിപ്പോൾ റിട്ടയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 1963 ഈ MiG-21 വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. റഷ്യൻ നിർമ്മിത വിമാനങ്ങളായിരുന്നു ആദ്യം വന്നത്. പിന്നീട് ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ ആ വിമാനങ്ങൾ റഷ്യൻ സാങ്കേതിക വിദ്യ കൈമാറ്റം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തം ഏതാണ്ട് 900 എണ്ണം വിമാനങ്ങളാണ് വ്യോമസേനയുടെ ഭാഗമായി MiG-21 വിമാനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ 660 എണ്ണവും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചത്. അപ്പോൾ ഈ വ്യോമസേന ഏതാണ്ട് 93 വർഷമായി ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായിട്ട്. ഈ കാലങ്ങളിൽ അത്രയും വെച്ച് നോക്കുമ്പോൾ വ്യോമസേനയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എണ്ണം വിമാനങ്ങളുള്ള ഒരു ശ്രേണിയാണ് ഈ MiG-21 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് വിമാനമാണ്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ വേഗത, മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനമാണ് MiG-21. ഇത് ഇന്ത്യയുടെ മുൻകാല യുദ്ധ 63 ഇത് സേനയുടെ ഭാഗമായെങ്കിൽ തൊട്ടടുത്ത തവണ, അതായത് 65 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, 71 നടന്ന ബംഗ്ലാദേശ് വിമോചന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, 99 നടന്ന കാർഗിൽ യുദ്ധം, 2019 നടന്ന ബലാക്കോട്ട്, അപ്പോഴാണ് അഭിനന്ദൻ വർദ്ധമാൻ അത് വലിയ വാർത്തയായത്. ഇതിലൊക്കെ ഈ സൈനിക നടപടികളിലൊക്കെ ഈ MiG-21 പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു സേവന കാലയളവ്, ഏതാണ്ട് 62 വർഷം തുടർച്ചയായിട്ട് സേവനം പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന സെപ്റ്റംബർ 19 ചണ്ഡീഗഡ് എയർബേസിലാണ് ഈ MiG-21 വിടവാങ്ങൽ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ MiG-21 വിടവാങ്ങുന്നതോടുകൂടി
ഇന്ത്യയിലെ ഈ വ്യോമസേനയുടെ ഫ്ലൈയിങ് സ്ക്വാഡ്രോണുകളുടെ എണ്ണം 29 ചുരുങ്ങും. അതായത് ഇന്ത്യയുടെ സംബന്ധിച്ച് സമീപകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ വ്യോമസേന സ്ക്വാഡ്രണുകളുടെ എണ്ണം ഏറ്റവും കുറവ് ഉള്ള ഒരു സമയത്തേക്കാണ് നമ്മൾ പോകുന്നത്. 60 സമയത്ത്, അതായത് 65 യുദ്ധം നടക്കുമ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുമ്പോൾ പോലും ഇന്ത്യക്ക് 32 വ്യോമസേന സ്ക്വാഡ്രണുകൾ ഉണ്ടായിരുന്നു. സ്ക്വാഡ്രണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 40ഓളം വിമാനങ്ങൾ, പരിശീലന വിമാനങ്ങൾ അടക്കം ഒരു സ്ക്വാഡ്രണിൽ ഉണ്ടാകും എന്നാണ് കണക്ക്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധകാലത്ത് പോലും 32, അതായത് പഴയ യുദ്ധകാലത്ത് പോലും 32 ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് ഇത്രയും കാലം വരുമ്പോൾ അത് 29 ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ MiG-21, അതായത് വ്യോമസേനയുടെ മൊത്തം വിമാനങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ 2/3 ഭാഗവും ഉണ്ടായിരുന്ന വിമാനങ്ങളാണിത്. ഇപ്പോൾ ഏതാണ്ട് 900ഓളം വിമാനങ്ങളുള്ളത് ചുരുങ്ങി കുറേയൊക്കെ അപകടം വന്ന് നശിച്ചുപോയി, കുറേയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് ഒഴിവാക്കി. അങ്ങനെ അവസാനം ഇപ്പോൾ 36 എണ്ണമായിട്ട് ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ MiG-21 ഇപ്പോൾ സെപ്റ്റംബർ 19 വിടവാങ്ങുമ്പോൾ അതിന് പകരം നമ്മൾ തേജസ് Mk-1A എന്ന് പറയുന്ന ഒരു വിമാനത്തെയാണ് പകരം നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന തേജസ്സും ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു യുദ്ധവിമാനമാണ്. ഇപ്പോൾ ഈ എന്തുകൊണ്ട് ഈ MiG-21 ഇത്രയും കാലം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരവും ഈ തേജസ് തന്നെയാണ്. കാരണം നമുക്ക് പകരം വെക്കാൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരമാവധി ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു നയമാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ തീരെ പറ്റാണ്ടായി. ഈ പറയുന്ന പോലെ ഈ 36 വിമാനങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് ഏത് സമയവും അപകടം സംഭവിക്കാം. കാലപ്പഴക്കം ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ കാലങ്ങളായിട്ട് നമ്മുടെ വ്യോമസേന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്ത് ഓരോ വിമാനങ്ങളുടെയും ലൈഫ് കൂട്ടിയെടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു പരിധിക്കപ്പുറം പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ MiG-21 നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപകടങ്ങൾ ഇതിന് തുടർക്കഥയാണെന്ന് പറയും. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലൊരു അപകടം ഉണ്ടായി. ബംഗ്ലാദേശിൽ ധാക്കയിൽ ഒരു കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് ഒരു വിമാനം തകർന്നു വീണു. ആ വിമാനം F-7 എന്നുള്ളതാണ്. അത് ചൈനീസ് നിർമ്മിത വിമാനമാണ്. പക്ഷേ F-7 ആണ് പേരെങ്കിലും അതും ഈ MiG-21 ചൈനീസ് വെർഷനാണ്. അപ്പോൾ ഇത് കാലപ്പഴക്കം ചെന്ന ടെക്നോളജിയാണ് എന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് അപകട കാരണമാകുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയത്. ബംഗ്ലാദേശിൽ നടന്ന അപകടത്തിൽ ഏതാണ്ട് 27 പേര് മരിച്ചു. ആ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് അടക്കം, ആ കെട്ടിടത്തിലുണ്ടായിരുന്ന അവരടക്കം 27 പേരാണ് മരിച്ചത്. ഇപ്പോൾ ഇന്ത്യയുടെ സമീപകാല ചരിത്രങ്ങളിലും MiG-21 നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമാനമാണ്. അതുകൊണ്ടാണ് അതിന് ഈ ദുഷ്പേര് വന്നത്. ഇപ്പോൾ നമ്മൾ പകരം ഇപ്പോൾ തേജസ് വിമാനങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നു. അത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന വിമാനമാണ്. അതിൻ്റെ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകുന്നതിന് കുറച്ച് താമസം ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിഹരിച്ചു. ഇപ്പം നിർമ്മാണം സുഗമമായി നടക്കുന്നു. വലിയ താമസമില്ലാണ്ട് ആ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകും. അപ്പോൾ നമ്മൾ MiG-21 ഇനി വീരോചിതമായ യാത്രയയപ്പ് നൽകുകയാണ്.